ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഈവനിങ് വ്ലോഗാണ് കേട്ടോ. ഞാൻ വൈകുന്നേരമാണ് അധികവും വീഡിയോ എടുക്കൽ. പിന്നെ ഓഫ് ഡേയ്സിൽ, അതായത് വർക്കിംഗ് ഡേയ്സിലല്ലാതെ ലീവുള്ള ദിവസങ്ങളിലാണ് വീഡിയോ എടുക്കൽ കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു എന്താ പറയുക, അനിയത്തി കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ജോലിക്ക് പോകലില്ലേന്ന്. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ ചോദിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ വർക്കും യൂട്യൂബും പഠനം എല്ലാം കൂടി ഒരുമിച്ചാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ കുറച്ച് ഓഫ് ഡേയ്സൊക്കെ കിട്ടുന്ന സമയത്ത് ഞാൻ മാക്സിമം വീഡിയോ എടുത്തിട്ട് വെക്കും കേട്ടോ. അങ്ങനെയാണ് ഇപ്പം ഒന്നരാടം വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു 2 ദിവസമൊക്കെ കൂടുമ്പോൾ ആ ഒരു രീതിക്ക് നമ്മൾ പിന്നെ വീഡിയോ ഇട്ടിട്ട് പോണത്. അപ്പോൾ ഞാൻ കിച്ചണിൽ കുറച്ച് മുന്നേ വാങ്ങിയിട്ടുള്ള ഒരു സ്റ്റാൻഡാണത് കേട്ടോ. അപ്പോൾ അത് പിന്നെ 2 സാധനങ്ങൾ ഇപ്പോൾ ഞാൻ കാണിച്ചല്ലോ. ഒന്ന് കപ്പ് ഹോൾഡറും പിന്നെ ഈ സ്റ്റാൻഡ് കുറേ മുന്നേ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഉപയോഗിക്കല്ലേ കേട്ടോ. അതിൻ്റെ ഒരു പിന്നെ 4 കാലുണ്ടാവില്ല, അതിൻ്റെ ഒരു കാലിനൊരു വലിപ്പക്കുറവുണ്ട്. അപ്പോൾ അതങ്ങനെ ആടും. അപ്പോൾ ഞാൻ അങ്ങനെ മാറ്റി വെച്ചിരുന്നു. പിന്നെ വിചാരിച്ചു ഇതൊക്കെ വെച്ചാൽ കുറച്ചും കൂടി കാണാനൊരു ഭംഗിയായല്ലോ. പിന്നെ എൻ്റെ കിച്ചൻ്റെ ടൈൽസ് കുറച്ച് ഓൾഡ് മോഡലാണ്. പിന്നെ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് വെച്ചാലൊരു ഭംഗി എനിക്ക് തോന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ കണ്ടിട്ട് പറയാം, ഇത് എന്ത് വെച്ചാലും വൈറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ വെക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഒക്കെ കൂടെ വൈറ്റായിട്ട് എന്തോ ഒരു ഭംഗി കുറവാണ്. പിന്നെ ഞാനത് പുറത്തുനിന്ന് എടുത്ത് കൊണ്ടുവന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. അതൊരു മോൺസ്റ്റർ പ്ലാന്റാണ്. പിന്നെ കുറച്ചും കൂടി മെച്ചുവേർഡ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ലീഫിൽ ഇങ്ങനെ ഒരു കീറൽ നമ്മളിങ്ങനെ കട്ട് ചെയ്ത പോലെ വരും കേട്ടോ. അപ്പോൾ അത് കുറേ ആയി കിട്ടിയിട്ട് അവിടെ മുറ്റത്തുണ്ടായിരുന്നു. അങ്ങോട്ട് വലിയതാവണമില്ല, പിന്നെ ഒന്നും വെക്കണില്ല. അപ്പോൾ ഞാനത് അകത്തേക്ക് എടുത്തുകൊണ്ടുവന്നു കേട്ടോ. ഒന്ന് വൈകിട്ട് ഞാൻ പുറത്ത് പോയിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ എൻ്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ തലേന്ന് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനും പിന്നെ എക്സാമിൻ്റെ കുറേ സാധനങ്ങൾ വാങ്ങിക്കാനും പേപ്പർ, പേന, അതേപോലെ പേപ്പറല്ല, കുറച്ച് പേന, സ്കെയില്, അങ്ങനെയുള്ള കുറച്ച് അല്ലറ ചില്ലറ ലൊടുക്കായി ഐറ്റംസൊക്കെ വാങ്ങാനുണ്ടായിട്ടോ. ഇവിടെ എത്ര എണ്ണം വാങ്ങിക്കൊണ്ടെന്ന് വെച്ചാലും എൻ്റെ കണ്ണ് തെറ്റിയ മക്കളതെടുത്തിട്ട് ഉപയോഗിക്കും. പിന്നെ എനിക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാനങ്ങനെ അതൊക്കെ വാങ്ങി വെച്ചു. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷനല്ല കേട്ടോ. അപ്പോൾ വരുന്ന വഴിക്ക് ഞാൻ കുറച്ച് പാത്രങ്ങളും കൂടി വാങ്ങി. നമ്മൾ ആസ് എ യൂട്യൂബർ കുറച്ച് പ്രത്യേകിച്ച് ഇങ്ങനെ വ്ളോഗൊക്കെ ചെയ്യുമ്പം വീട്ടിൽ അത്യാവശ്യം സാധനങ്ങൾ കിച്ചണിൽ വേണം എന്നുള്ളത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. കുറേ സാധനങ്ങളില്ലാതെയും യൂട്യൂബിൽ മുന്നോട്ട് വന്നിട്ടുള്ളതുണ്ട് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ കാര്യം വെച്ചിട്ട് പറയുകയാണ്. എൻ്റെ ഒരു വ്ളോഗ് എന്ന് പറയുമ്പോൾ എനിക്കതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ ഉൾപ്പെടുത്തിയിട്ട് ഒരു കാണാനെങ്കിലും കുറച്ച് ഭംഗി വേണം നിങ്ങൾക്ക് മുന്നിൽ തരുമ്പോൾ എന്നുണ്ട്. ശരിക്കും നമ്മൾ ഇതിലേക്ക് ഒരുപാട് ചിലവാക്കാതെ എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയാണ് നല്ലത് കേട്ടോ. ഞാനും ഇത്രയും കാലം അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്തത്. പിന്നെ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളുടെയും വാങ്ങണം കേട്ടോ. അപ്പോൾ കുറച്ച് ചട്ടികൾ, അതും ഇരുമ്പിൻ്റെയാണ് ചട്ടികൾ ഇത് വാങ്ങിയിട്ടുള്ളത്. ഞാൻ അലുമിനിയം അതേപോലെ സ്റ്റീലൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ, അലുമിനിയം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയലുണ്ടെങ്കിലും നമ്മൾ സാധാരണക്കാരൊക്കെ ഉപയോഗിക്കലുണ്ടല്ലോ. സാധാരണ എല്ലാവരും ഉപയോഗിക്കലുണ്ടല്ലോ. അപ്പം അങ്ങനെ ഇനിയിപ്പോൾ ഇരുമ്പാക്കാമെന്ന് കരുതി. അപ്പോൾ അതിനൊക്കെ കുറഞ്ഞ റേറ്റുള്ളൂ കേട്ടോ. മൊത്തം 1000 രൂപ ഒക്കെ ഉള്ളൂ. ഓരോന്നിൻ്റെയും വില അങ്ങനെ കറക്റ്റായിട്ട് എനിക്കറിയില്ല. പിന്നെ ഒരു 4 പാത്രങ്ങളാണ് ഞാൻ വാങ്ങിയത്, ചട്ടികൾ. അപ്പോൾ എനിക്കിങ്ങനെ തൂമിക്കാനും കറി വെക്കാനും അതേപോലെ ബീഫ് വരട്ടാനും അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് കേട്ടോ. ഒക്കെ ഇങ്ങനെ ഈ ഒരു കടായി ടൈപ്പാണ്. പിന്നെ വേറെ മോഡലൊന്നും അവിടെ നോക്കിയപ്പോൾ ഞാൻ കണ്ടില്ല. അപ്പോൾ ഞാൻ കണ്ടത് കുറച്ച് എടുത്തിട്ടുണ്ട് പോകുന്നു കേട്ടോ. ചെറുതും വലുതും ഒക്കെ ആയിട്ട് ഇതിൻ്റെ 3 സെറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ 2 എടുത്ത്. നല്ല വെയിറ്റ് ഉണ്ട് ഈ സാധനം കേട്ടോ. നമ്മളെ കയ്യുമൊക്കെ കാലുമൊക്കെ വീണാണ്ടല്ലോ മുറിഞ്ഞ് കഷ്ണമാവും. അപ്പോൾ അത് നല്ലോണം കഴുകി വൃത്തിയാക്കി സോപ്പൊക്കെ ഇട്ടു. പിന്നെ അതിൻ്റെ ഉള്ളിലൊരു ബ്ലാക്ക് ഓയിൽ പോലത്തെ ഒരു സംഭവം ഉണ്ടായി കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഒരു ചട്ടിയത്തെ മാത്രം പോണില്ലായിരുന്നു. അപ്പോൾ അത് ഞാൻ പിന്നെ മയക്കിയിട്ട് എടുക്കാമെന്ന് കരുതി. പിന്നെ ഞാനിത് നല്ലോണം ഒരുപാട് പ്രാവശ്യം വാഷ് ചെയ്തിട്ട് പിന്നെ ചൂടുവെള്ളം ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ സവാളല്ലേ, അത് കുറച്ച് വെട്ടി നോക്കിയിട്ട് അതും ഇട്ടിട്ട്, എൻ്റെ മോളാണ് കേട്ടോ, മോൾ എവിടെയെങ്കിലും ഫോൺ വെച്ചിട്ടുണ്ടോ നോക്കിയിട്ട് മെല്ലെ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിൽ ഫോൺ വെച്ചോളൂ കണ്ടിട്ടില്ല. എന്നോട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും ഇങ്ങനെ പറയാം കേട്ടോ. മക്കളായിട്ട് നമ്മൾ നല്ല കമ്പനി ആയിട്ട് നിൽക്കണ്ടോ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സ്ട്രിക്റ്റും വേണം. നമ്മളെ ഉമ്മ എന്നുള്ള ഒരു ബഹുമാനം അവർക്കും വേണം, മക്കളാണെന്നുള്ള ഒരു സ്നേഹം മനസ്സിലൊക്കെ നമുക്കും വേണ്ടോ. ഇവിടെ അങ്ങനെയൊക്കെ തന്നെയാണ്.
പിന്നെ തെറ്റ് കണ്ടാൽ നന്നായിട്ട് പറയും ഞാൻ കേട്ടോ. എന്താ ചെറിയ രീതിക്ക് നമ്മളൊരു അടി കൊടുക്കണതിനൊന്നും തെറ്റില്ല എന്നുള്ളതാണ്. അടിച്ച് വളർത്തുക, അതേപോലെ നമ്മൾ തെറ്റ് ചൂണ്ടിക്കാണിച്ച് വളർത്തുക എന്ന് പറയുമ്പോൾ ആ ഒരു മക്കൾ ഒരിക്കലും എന്താ പറയുക തെറ്റും ശരിയൊക്കെ മനസ്സിലാക്കിയിട്ടേ വളരൂ എന്നുള്ളതാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് നന്നായിട്ട് പൊട്ടിച്ചിട്ട് തന്നെയാണ് ഞങ്ങളൊക്കെ വളർത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പിന്നെ അച്ചടക്കം അതൊക്കെ ഉണ്ട് എന്നാണ് ഞാനും വിശ്വസിക്കുന്നത് കേട്ടോ. പിന്നെ അന്യായമായ കാര്യങ്ങൾ ഒരിക്കലും ഞാൻ വിട്ടുകൊടുക്കില്ല. അന്യായമാണെന്ന് കണ്ടാൽ ബാധിച്ച് തർക്കിച്ച് അതിൻ്റെ അവസാനം വരെ, നമ്മുടെ കയ്യിൽ തെറ്റില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അവസാനം വരെ ഞാൻ പോവുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ഒരു ക്യാരക്ടറാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ചിക്കൻ്റെ മസാല വരട്ടലും അത് വെക്കലും അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിട്ടോ. സംസാരിച്ചപ്പോൾ അങ്ങനെ പോയി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു പാത്രത്തിൽ ഓയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്, അത് ഞാനിങ്ങനെ സവാളയും പഴയ നമ്മൾ പപ്പടം പൊരിച്ച് മാറ്റി വെച്ച എണ്ണയൊക്കെ ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് ആ സവാള കറക്കണത് വരെ റെഡിയാക്കിയപ്പോൾ ആ ഓയിൽ മൊത്തം പോയിട്ടോ. ഇതാ ബ്ലാക്ക് കോട്ടിങ് അതും ഏകദേശം പോയി. ഇനിയിപ്പോൾ ഇതിൽ കുക്ക് ചെയ്യാമല്ലോ. പിന്നെ ഇതിൻ്റെ ഹാൻഡിലും നല്ല ഉറപ്പുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അതൊക്കെ അവിടെ വെച്ചു. പിന്നെ ഞാൻ കുറച്ച് ഓർക്കാപ്പുളി കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങളൊക്കെ എന്താ ഇതിന് പറയൽ എന്നുള്ളത് പറയട്ടെ. അപ്പോൾ അത് കുറച്ച് കട്ട് ചെയ്തിട്ട് അച്ചാറിടുന്ന വിചാരിച്ചു. ഇത് നമ്മൾ വെറുതെ ഉപ്പിലിട്ടാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അത് അധികം കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നേക്കെ. ഞാൻ അച്ചാർ അവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് തീരുന്നത് വരെ ഞാൻ കൂട്ടും. ഇപ്പോൾ ഇത് കഴിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും ആവുമോ? കിഡ്നി സ്റ്റോണാണ് മെയിനായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ അറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതൊക്കെ ചെറിയതാക്കി കട്ട് ചെയ്തിട്ട് പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ട് അതിൽ ഉലുവയും കടുകും വറുത്തിട്ട് കുറച്ച് മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്തിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഇനി അച്ചാർ പൊടിയും കായപ്പൊടിയും അങ്ങനെയൊന്നും ഇട്ടിട്ടില്ല. ഞാൻ ഇപ്പോൾ തൽക്കാലം അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. എനിക്കങ്ങനെ അച്ചാറിൽ അത്ര ഞാൻ എക്സ്പേർട്ടൊന്നുമല്ല. പിന്നെ ഉമ്മാൻ്റെ ഒക്കെ കണ്ടിട്ടാണ് അങ്ങനെ ഞാൻ പിന്നെ ഇടൽ കേട്ടോ. പിന്നെ ഇത് ഓർക്കാപ്പുളിയിൽ അത്യാവശ്യം വെള്ളം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് വെള്ളമൊന്നും ചേർത്തിട്ടില്ല. പിന്നെ ഞാൻ കുറച്ച് ഉപ്പ് പുരട്ടിയിട്ട് അവിടെ വെച്ചിട്ട് ആ വെള്ളം ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായി കേട്ടോ. പിന്നെ ഇതേപോലെയാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഇട്ട ഈ ഒരു അച്ചാർ അടിപൊളി ടേസ്റ്റ് ഉണ്ടായി കേട്ടോ. പിന്നെ പെരുന്നാളിൻ്റെ തലേ ദിവസത്തെ കുറച്ച് വിഷ്വൽസും കൂടി ഞാനിതിൽ കാണിക്കാം. പലർക്കും എൻ്റെ വീഡിയോ ലെങ്ത്ത് കുറവാണെന്ന് പറയലുണ്ട്. പക്ഷേ മാക്സിമം നിങ്ങളെ വീഡിയോ കാണുന്നവർ മുഴുവനായിട്ട് കാണൂല എന്നുള്ളൊരു പേടി കൊണ്ടാണ് ഞാനിങ്ങനെ ഇതന്നെ ഇടണം കേട്ടോ. അപ്പം നമ്മൾ അച്ചാർ അന്ന് രാത്രി തന്നെ പിന്നെ ഒന്ന് ചൂടാറിൻ്റെ ശേഷം ഞാൻ ബോട്ടിലാക്കി വെച്ചു. പിന്നെ നമുക്കിവിടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊരു കുഞ്ഞു ഭരണിയിൽ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായി കേട്ടോ. ഈ അച്ചാർ നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ ഇട്ടത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കഴിച്ച ഒരുപാട് പേര് പറഞ്ഞു കേട്ടോ. ഞാൻ സ്കൂളിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ പേർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്തിടുന്നതിന് പകരം പേസ്റ്റാക്കി ഇട്ടാലും നല്ല ടേസ്റ്റും നല്ല ഫ്ലേവറൊക്കെ കിട്ടും കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ചിക്കന് ഒന്ന് മസാല പറ്റിയിട്ട് വെക്കണം. ഞാൻ പറഞ്ഞില്ല അത് പെരുന്നാളിൻ്റെ തലേ ദിവസം എടുത്തതാണ്. മുഴുവൻ വീഡിയോ എടുക്കാനും കഴിഞ്ഞില്ല, കുറച്ചങ്ങോട്ട് എടുത്തും വെച്ചു. അപ്പോൾ അങ്ങനെ ഈ വീഡിയോൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ ഇതാക്കാമെന്ന് കരുതി. അപ്പോൾ ആ ചിക്കനൊക്കെ അവിടെ പല മസാലകളൊക്കെ ചേർത്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു റെസിപ്പിയും കൂടി ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ കുട്ടികളൊക്കെ ഇപ്പോൾ വീട്ടിലിരിക്കല്ലേ, അല്ലെങ്കിൽ സ്കൂൾ തുറക്കുന്ന സമയത്തോ അവർക്ക് നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊണ്ടുകൊടുക്കാം. വല്ലപ്പോഴും ഒക്കെ കൊടുത്തേക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കാൻ മടിയുള്ള കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ശർക്കരപ്പുളി അങ്ങനെയല്ലേ പറയുക, അത് ഒരു സൈഡിലുണ്ടെങ്കിൽ കുട്ടികൾ കഴിക്കുകയും ചെയ്യുമല്ലോ. അപ്പോൾ കടുക് വറുത്തു, വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. അതിൽ ഉലുവയും കടുകും ഇട്ടിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും പച്ചമുളകും കുറച്ചിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളീൻ്റെ ആ ഒരു സ്റ്റാച്ച് ഉണ്ടല്ലോ, നല്ല തിക്കായിട്ടുള്ളത്, ഞാനിതിങ്ങനെ ഡയറക്റ്റായിട്ടുണ്ട് ഒഴിച്ചെടുത്ത് കൊടുക്കുക കേട്ടോ. ഇത് വേറെ രീതിക്കോ അല്ലെങ്കിൽ ഇങ്ങനെയല്ല ഉണ്ടാക്കുക എന്നുള്ളവരൊക്കെ അറിയണവർ ഒന്ന് പറഞ്ഞുതരിക. ഞാൻ പിന്നെ യൂട്യൂബ് നോക്കാനും റെസിപ്പി നോക്കാനും ഒന്നും പോയില്ല. എനിക്കൊരു ഐഡിയ വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് ഉണ്ടാക്കി ലാസ്റ്റായിട്ട് വരുമ്പോൾ സാധാ നമ്മൾ എങ്ങനെയാണോ പുളിഞ്ചി ഉണ്ടാക്കില്ല ആ ഒരു രീതിക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് തന്നെ ഒരു 3 അച്ച് ശർക്കരയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുറുക്കിയിട്ട് എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾ ഉണ്ടാക്കണ എങ്ങനെയാണ്, അരിപ്പൊടിയൊക്കെ ചേർത്തിട്ട് അങ്ങനെ ഉണ്ടാക്കില്ലേ. ഇതാദ്യം നല്ല ലൂസായി. അപ്പോൾ ഞാൻ വിചാരിച്ചു പണി പാളിയും കരുതിയിട്ടോ. പക്ഷേ ഒന്ന് നല്ലോണം വറ്റിച്ച് പിന്നെ തണുത്ത് വന്നപ്പം കറക്റ്റ് ആ ഒരു ഇങ്ങനെ തൊട്ട് കൂട്ടാനുള്ളൊരു പരുവായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഞാൻ വെച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് വഴുതനങ്ങയും കൂടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഉരുളിയിൽ ഉണ്ടാക്കിയത് നല്ല ചൂടായിട്ടൊരു ഗ്ലാസിൻ്റെ ബോട്ടിലേക്ക് മാറ്റുകയാണ് കേട്ടോ.
അപ്പോൾ ഇങ്ങനെ എയർ ടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ് ബോട്ടിൽ നമ്മൾ അച്ചാർ ഐറ്റംസൊക്കെ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ ആരോഗ്യത്തിനും നല്ലതാണ്. അതുപോലെ കുറേ നാൾ കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും കേട്ടോ. പ്ലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ ഈ പുളിയുള്ള ടൈപ്പ് സാധനങ്ങളൊന്നും പ്ലാസ്റ്റിക്കിൽ സൂക്ഷിക്കാൻ പാടില്ല എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതവിടെ സെറ്റായിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞു കുട്ടികളൊക്കെ ചില സമയത്ത് വാശി പിടിക്കൂലേ, അപ്പോൾ അവർക്കൊക്കെ നല്ലതാണ് കേട്ടോ. നമ്മുടെ മക്കൾക്കൊക്കെ ഇഷ്ടമാണ്, കൂടാതെ എനിക്കും ഇഷ്ടമാണ് കേട്ടോ. എനിക്കിങ്ങനെ വെറുതെ തിന്നാൻ വേണ്ടിയിട്ട് തന്നെ ഇഷ്ടമാണ്. അപ്പോൾ അതവിടെ സെറ്റായിട്ടുണ്ട്. പിന്നെ ഞാനൊരു ഓയിലും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ റോസിൻ്റെ പെറ്റൽസ് ഇല്ലേ, അത് വെച്ചിട്ട് വെളിച്ചെണ്ണയിൽ കാച്ചിയെടുത്തിട്ടുള്ളതാണ്. ഇത് ഡെയിലി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. ഒരാഴ്ച തന്നെ ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് ടാനൊക്കെ മാറി നല്ല ബ്രൈറ്റായിട്ട് കിട്ടും. പിന്നെ ഞാനത് മോളുടെ ഫേസിലാണ് ഒന്ന് തേച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ സ്കൂളൊക്കെ അടിച്ച് വീട്ടിലിരിക്കല്ലേ. പിന്നെ മുടിയിൽ ഞാൻ ഈ ഒരു ഓയിൽ ചില സമയത്ത് ഉപയോഗിക്കലുണ്ട്. പിന്നെ വെള്ള മുടി അത്യാവശ്യം നല്ല മുടിയാണ് കേട്ടോ, നല്ല സ്ട്രോങ് ആയിട്ടുള്ള മുടിയാണ്. അങ്ങനെ ഒരു പ്രത്യേക ഓയിലൊന്നും തേക്കില്ല, അങ്ങനെ വെളിച്ചെണ്ണയും പിന്നെ ഞാൻ ഈ കാച്ചിയെടുക്കുന്ന എണ്ണകളൊക്കെ തേക്കൽ. പിന്നെ ഇടയ്ക്ക് നമ്മളെ താളിയിട്ടിട്ട് വാഷ് ചെയ്യലുണ്ട് കേട്ടോ. പിന്നെ ഷാമ്പു ഇടയ്ക്കിടും. ചെറിയ കുട്ടികളുടെ മുടി നമ്മൾ ആദ്യം മുതലേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് നല്ല സ്ട്രോങ് ആയിട്ട് വളരും കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഞാൻ അടി കട്ട് ചെയ്യലുണ്ട്, ഏകദേശം ഒരു 4 സെൻറ്റിമീറ്റർ ഓളം വലിപ്പത്തിലൊക്കെ കട്ട് ചെയ്യലുണ്ട് കേട്ടോ. അത് 3 മാസം കൂടുമ്പോഴാണ് ചെയ്യൽ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവളുടെ മുടിയുടെ കെയറിങ് എന്ന് പറയുന്നത്. മാഷാ അല്ലാഹ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള മുടിയാണ് കേട്ടോ. അതിന് കുറച്ചും കൂടി കാര്യങ്ങൾ നമ്മൾ ഫുഡിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും കൂടി ഉഷാറായിട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയാണ്.